الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മുഅ്ജിസത്തുകൾ നമുക്കറിയാം, അമാനുഷികമായ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനമായ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് നമുക്കറിയാം. വേറെയും ഒരുപാട് മുഅ്ജിസത്തുകൾ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ സംഭവിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിലെ ഒരു പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് എന്നറിയപ്പെടുന്ന രണ്ട് മുഅ്ജിസത്തുകൾ. ഇത് ധാരാളമായി ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ ഒരുപാട് ദുർബലമായ ഹദീസുകളും വന്നിട്ടുണ്ട് എന്നതാണ്. പല പോരീഷകളും കടത്തിയുള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ടും കുറെ കാര്യങ്ങൾ ഹദീസുകളിലുണ്ട്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുക എന്നാണ് അർത്ഥം, ഭാഷാർത്ഥം അങ്ങനെയാണ്. അല്ലെങ്കിൽ രാത്രി ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെയാണ് ഇസ്രാ. അതുകൊണ്ടാണ് ഇസ്രാ എന്ന പേര്. രാത്രിയാണ് സംഭവിക്കുന്നത്. രാത്രിയുള്ള നടത്തത്തിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. രാത്രി സഞ്ചരിച്ചു. അസ്ര രാത്രി കൂട്ടിക്കൊണ്ടുപോയി എന്നർത്ഥം. അത് പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്ത് ബനു ഇസ്രായീൽ എന്നും സൂറത്തുൽ ഇസ്രാ എന്നും അറിയപ്പെടുന്ന സൂറത്തിന്റെ തുടക്കം അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രായിനെ സംബന്ധിച്ചാണ് അതിൽ സൂചിപ്പിക്കുന്നത്. സുദീർഘമായ ചരിത്രമാണ് ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും. അത് ഖുർആനിലെ സൂചനയുള്ളതാണ്. മിഅ്റാജിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഹദീസിലാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു നിലക്കും തള്ളിക്കളയാൻ സാധ്യതയില്ലാത്ത, സാധ്യമല്ലാത്ത രൂപത്തിൽ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസിലാണ് മിഅ്റാജിനെ കുറിച്ച് വർത്തമാനങ്ങളുള്ളത്. ഹദീസുകളും വിഷയങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇസ്രാവും മിഅ്റാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ രാത്രിയിൽ ഇത് രണ്ടും നടത്തി എന്നാണ്.
മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഷാമിലുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ച് ജിബ്രീലിന്റെ കൂടെ മലക്കിന്റെ കൂടെ മസ്ജിദുൽ അഖ്സയിലെത്തുകയും അവിടെ നിന്ന്, അതിനാണ് ഇസ്രാ എന്ന് പറയാം, മക്കയിൽ നിന്നും മദീനയിലേക്ക്, മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സായിലേക്കുള്ള സഞ്ചാരം, അതാണ് ഇസ്രാ എന്ന് പറയുന്നത്. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശത്തിലേക്കും കയറിപ്പോയതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അർത്ഥവും അങ്ങനെയാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ കോണി, എസ്കലേറ്റർ, അതിനൊക്കെ പറയുന്ന പേരാണ് മിഅ്റാജ്. കയറിപ്പോകാനുള്ള ഉപകരണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇസ്രാവും മിഅ്റാജും ഖുർആൻ അത് പറയുന്നുണ്ട്. സുബ്ഹാനല്ലദീ, ഒരുത്തൻ പരിശുദ്ധനാണ്, അള്ളാഹനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹ് പരിശുദ്ധനാണ്. അസ്റാ, അള്ളാഹു രാത്രി കൊണ്ടുപോയി, ബി അബ്ദിഹി, തന്റെ അടിമയുമായിട്ട്. സ്വപ്നമല്ല, മനസ്സല്ല, ആത്മാവല്ല, അനുഭൂതിയല്ല, ഒറിജിനൽ തന്റെ അടിമയുമായി അടിമയെ കൊണ്ടുപോയി. ലൈലൻ, രാത്രിയിൽ. ഒന്നുകൂടി ഉറപ്പിക്ക, അസ്റാ ലൈലൻ, രാത്രിയാണ് കൊണ്ടുപോയത്. മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലുള്ള മസ്ജിദുൽ ഹറാം. അവിടെ കൃത്യമായി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിന്റെ സ്ഥലം തൊട്ടടുത്തുള്ള ഉമ്മുഹാനി എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ പെങ്ങളുടെ വീട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹതീം എന്നറിയപ്പെടുന്ന, ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന, മക്കയില് പോയവർക്കറിയാം, കഅബ കണ്ടവർക്കറിയാം, കഅബയുടെ ഒരു ഭാഗം ഒരു അർദ്ധ വൃത്താകൃതിയിൽ മേൽക്കൂരയില്ലാത്തതുണ്ട്. അത് കഅബയുടെ ഉള്ളിൽപ്പെട്ടതാണ്. ഇപ്പോഴൊക്കെ മയ്യത്തൊക്കെ കൊണ്ടുവന്ന അതിന്റെ ഉള്ളിലാണ് വെക്കുക. ആയിഷ ബീവി കഅബയിൽ നിസ്കരിക്കണം, കഅബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കണം എന്ന് നബിയോട് പറഞ്ഞപ്പോ ഈ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള അതിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറഞ്ഞു. അവിടെ നിസ്കരിച്ചാൽ മതി, കഅബന്റെ ഉള്ളിൽ നിസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന് നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കൊക്കെ അവിടെ പോയാൽ അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവും, ആളുകൾ തിരക്ക് കൂട്ടും. അതിനാണ് ഹതീം എന്നും ഹിജ്ർ ഇസ്മായിൽ എന്നൊക്കെ പറയാം. അവിടുന്നാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്ന റസൂലുള്ള പറയുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്, കുന്തുമാ ബൈന നൗമിൻ വയഖ്ള, ഞാൻ ഉറക്കങ്ങനെ പിടിച്ചൊരവസ്ഥയാണ്, ഉറങ്ങിയിട്ടില്ല എന്നാ ഉണർന്നിട്ടില്ല, ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീഴുന്ന ഒരവസ്ഥയിലാണ് എന്നെ വന്ന് കൊണ്ടുപോയത് എന്ന്. ജിബ്രീലാണ് കൊണ്ടുപോയത്. ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ മുകളിലാണ് കൊണ്ടുപോയത് എന്ന് പറയുന്നത്. ആ വാഹനത്തിന്റെ പേര് ഹദീസിൽ വന്നത് ബുറാഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന, അത് അതിന്റെ കണ്ണെത്തുന്നിടത്ത് കാലെത്തും എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഹദീസിൽ വന്നത് കണ്ണെത്തുന്നിടത്ത് കാലെത്തും, അത്ര ദൂരാണ് ഇതിന്റെ യാത്ര. അത് കഴുതയേക്കാൾ കുറച്ച് വലുതാണ്, എന്നാൽ കോവർ കഴുതയുടെ വലിപ്പമല്ല, അതിനേക്കാൾ കുറച്ച് ചെറുതാണ്. ഒരു വെളുത്ത മൃഗം എന്ന് മാത്രമേ ഹദീസിൽ വന്നിട്ടുള്ളൂ. അതിന്റെ പുറത്ത് കയറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൊണ്ടുപോയത്. ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സായിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങേയറ്റത്തുള്ള, അന്നത്തെ കണക്ക് പ്രകാരം 1 മാസത്തെ ഒട്ടകപ്പുറത്തുള്ള വഴിദൂരമുള്ള അത്രയും ദൂരേക്ക് കൊണ്ടുപോയി എന്ന്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗവും പവിത്രതയുള്ള ബർക്കത്തുള്ള ഒരു നാടാണ്. അന്ന് ആ സ്ഥലത്തിന് പറഞ്ഞിരുന്നത് ഷാം എന്നാണ്. അന്നത്തെ ഷാം ഇന്നത്തെ 5 രാജ്യങ്ങൾ ചേർന്നതാണ്. ഫലസ്തീൻ, ഇസ്രായേല്, സിറിയ, ലബനാൻ, ജോർഡാൻ. ഈ 5 സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തെയാണ് ഷാം എന്ന് പറയുന്നത്. അന്നത്തെ ഫലസ്തീൻ, ഷാം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഇന്നത് 5 ഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. അവിടേക്കാണ് അല്ലാഹു തആല അതൊരു ബർക്കത്തുള്ള രാജ്യമാണ് അവിടേക്ക് കൊണ്ടുപോയി. ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ, ആ കൊണ്ടുപോയത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഭാവി കാര്യങ്ങൾ. കാരണം വേറെ നിവൃത്തിയൊന്നുമില്ല.
പ്രവാചകനൊന്നും വായിച്ചു പഠിച്ചിട്ടില്ല, എഴുതി പഠിച്ചിട്ടില്ല. എന്നാ ഭാവി കാര്യങ്ങളൊക്കെ പ്രവാചകൻ അറിയേണ്ടതുണ്ട്. അത് എങ്ങനെയെന്നൊന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ അതൊന്നും ഈ കാലഘട്ടത്തിൽ അത്ഭുതമല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു അത്ഭുതമായിരുന്നു. ഇന്നിപ്പോ നമുക്ക് നമ്മുടെ ഒരു ഭാവി കാര്യം ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ല. അതിൽ നുരിയഹൂമിന്നായാത്തിന. അപ്പൊ സ്വർഗം കാണിച്ചു കൊടുക്കണം, നരകം കാണിച്ചു കൊടുക്കണം, ചില ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷകൾ കാണിച്ചു കൊടുക്കണം, ചില രൂപങ്ങൾ കാണിച്ചു കൊടുക്കണം, പഴയ അമ്പിയാക്കളെ കാണിച്ചു കൊടുക്കണം. ഇന്നിപ്പോ നമുക്കറിയാം, ഇന്നിപ്പോ നമ്മളൊരു പെര കയറ്റുകയാണെങ്കിൽ ആ പെര കയറ്റിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എഞ്ചിനീയർ നമുക്ക് കാണിച്ചു തരും. ശരിക്ക് ഓട്ടോകാർഡും അതുപോലെ തന്നെ CD-യും അതുപോലെ അതിന്റെ വീഡിയോ ത്രിമാന അല്ലെങ്കിൽ പിന്നെ 6D 10D ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അതിൽ കാണിച്ചു കൊടുക്കും. ഇനി നമ്മൾ കയറ്റാൻ പോകുന്ന പെര ആ സിറ്റ് ഔട്ടില് ഞാനാണെങ്കിൽ ഞാൻ ഇരിക്കണത് എനിക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പിന്നീട് പെര കയറ്റാം. ആ സംവിധാനത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട്. ആ കാലത്ത് അറിയില്ല. വഴിദൂരം ഇന്നൊരു പ്രശ്നമേ അല്ല. കാരണം പഴയ കാലത്ത് ഗൾഫിൽ പോയിരുന്നവർക്കറിയാം, ഇവിടുന്ന് പോയാൽ എത്തിയെങ്കിൽ എത്തി, കുറച്ച് ദിവസം അവിടെ ഇവിടെയും കപ്പലിലും ലാഞ്ചിയിലും ഒക്കെ പോയിരുന്ന ആളുകൾ പോയി ഇന്ന് സൂപ്പർ സോണിക്കൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇസ്രാവും മിറാജും പറയുമ്പോൾ യുക്തിവാദികൾ അന്തം പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചെറിയൊരു ബുദ്ധി കൊണ്ട് ചിലപ്പം ആലോചിച്ചാൽ കിട്ടൂല. കാരണം അള്ളാഹു അതിലും വലുതാണ്. അങ്ങനെ പോയി പ്രകാശവർഷം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും വിട്ട് ചൊവ്വയില് വരെ ആളുകൾ എത്തുന്നത് കണ്ടെത്തിയിട്ടുള്ളൂ ഇപ്പൊ നമ്മള്. എങ്കിൽ സൂപ്പർസോണിക് ശബ്ദത്തേക്കാൾ പിന്നെ സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം. അതുപോലെ തന്നെ ചില ക്യാപ്സൂളുകൾ, സ്പീഡ് ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ ഇതൊക്കെ കണ്ടുപിടിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ഇസ്രാവും മിറാജും ഒന്ന് ആലോചിക്കേണ്ടത്. ആ കാലഘട്ടത്തെ കുറിച്ചൊന്നും ആലോചിക്കണം. സഹാബത്തിന്റെ കാലത്ത് എന്ത് ബുള്ളറ്റ് ട്രെയിൻ? അന്ന് പറയാണ് വിമാനത്തിൽ കയറി 3 മണിക്കൂർ കൊണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് കയറിയാൽ 3.5-4 മണിക്കൂർ കൊണ്ട് സൗദി അറേബ്യ ചെന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് എങ്ങനെ വിശ്വാസം വരും? നമ്മുടെ കാരണന്മാര് എങ്ങനെ വിശ്വസിക്കും? പക്ഷെ ഇന്ന് നമുക്ക് അതിലേറെ വലുത് വിശ്വസിക്കാനുള്ള മനസ്സാന്നിധ്യവും മനസ്സന്നദ്ധതയും ഒക്കെ നമ്മളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രാവും മിഅ്റാജും അല്ലാഹു തആല എത്ര സമയം കൊണ്ട് എന്നോടത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് അല്ലാഹു പറയാലേ നുരിയഹു മിൻ ആയാത്തിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വേറെ നിവൃത്തിയൊന്നുമില്ല. ബുക്ക് വായിച്ചിട്ടോ TV എന്നോ അല്ലെങ്കിൽ വീഡിയോ എന്നോ യൂട്യൂബ് എന്നോ ഫേസ്ബുക്ക് എന്നോ ഒന്നും വിവരം കിട്ടാനില്ല. നേർക്ക് നേരെ കാണിച്ചു കൊടുക്കണം. ഇന്നഹു വസ്സമീഉൽ ബസീർ. അല്ലാഹു തആല അങ്ങേയറ്റം കേൾവിയുള്ളവനാണ്, കാഴ്ചയുള്ളവനാണ്. കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ബുറാഖിന്റെ പുറത്തു പോയിട്ട് ബുറാഖിനെ മസ്ജിദുൽ അഖ്സായില് അതിന്റെ ഒരു ചുമരിൽ കെട്ടിയിട്ടു എന്നാ പറയുന്നത്. അവിടെ എത്തിയപ്പോ ആ ചുമരാണ് ഇന്ന് നമുക്കറിയാം പടിഞ്ഞാറ് ഭാഗത്തുള്ള മസ്ജിദുൽ അഖ്സായുടെ പടിഞ്ഞാറ് ഭാഗത്ത് ജൂതന്മാര് ആദരിക്കുന്ന വെയിലിംഗ് വാൾ എന്നറിയപ്പെടും. വിലാപ മതിൽ എന്ന് അതിന് പറയും. അവിടെ ജൂതന്മാര് നിന്നിട്ട് ഇങ്ങനെ ഒരു തരം ദിക്റും ദുആഒക്കെ ചെല്ലണ ഒരു മതിലാണ് വിലാപ മതിൽ എന്ന് പറയുന്നത്. ആ ഹായിത്ത് ഒരു മതിൽ, ആ മതിലുമ്മേ പ്രവാചകന്മാര് പണ്ട് വാഹനങ്ങൾ കെട്ടിയിടുന്ന സ്ഥലമായിരുന്നു എന്ന് പറയും. അവിടെ ബുറാക്കിനെ കെട്ടിയിട്ടു. എന്നിട്ട് അവിടെ പ്രവാചകന്മാരൊക്കെ ഹാജരാക്കപ്പെട്ടു. മരിച്ചുപോയ ഒരുപാട് പ്രവാചകന്മാര് ഹാജരാക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ അർവാഹികളെ റൂഹ് അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത് അത്ഭുതപ്പെടാനില്ല. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യസ്അലൂനക അനിർ റൂഹി, എന്താണ് റൂഹ്? അറിയില്ല. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് റബ്ബിന്റെ അടുത്ത് കിടക്കുന്ന കാര്യം. നമ്മുടെ ജീവൻ ആത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കിടക്കണതല്ല. നമ്മൾ വിചാരിക്കണം അങ്ങനെയാണ്. ഡോക്ടർ വിചാരിച്ചാൽ നമുക്ക് ജീവൻ നൽകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന് അള്ള കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. മനുഷ്യന് അള്ള തന്നെ കൊടുക്കുക. റൂഹ് ജനിക്കുമ്പോ ജീവൻ ഉണ്ടാവണമെങ്കിൽ ഡോക്ടർ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, അള്ള തന്നെ ഉദ്ദേശിച്ചിട്ട്. മനുഷ്യരൊക്കെ പലപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അത് ഉറക്കാൻ മരുന്നുണ്ട്, പക്ഷെ മനുഷ്യനെ ഉണർത്താൻ ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ലബോറട്ടറിയിലും കണ്ടുപിടിച്ചിട്ടില്ല. ഉണർത്താൻ മരുന്നില്ല, ഉറക്കാനേ മരുന്നുള്ളൂ.
ചിലപ്പോ ആ ഉറക്കം ഒന്നാകെ ഉറങ്ങും. ഒക്കെ റൂഹിന്റെ കാര്യങ്ങൾ പെട്ടത്. റബ്ബിന്റെ കാര്യം റൂഹ്. അതുകൊണ്ട് മനുഷ്യരായ നിങ്ങൾക്ക് കിട്ടിയ അറിവ് വളരെ പരിമിതമാണ്. കുറച്ചറിവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഹങ്കരിച്ച് നടക്കണേ, കുറച്ചറിവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അള്ളാന്റെ അറിവ് പ്രവിശാലമാണ്. അതുകൊണ്ട് റൂഹൊക്കെ അള്ളാന്റെ അടുത്തുണ്ട്. ആ റൂഹിനെ അള്ള ഉദ്ദേശിച്ചാൽ ഹാജരാക്കാനും ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ഒക്കെ അള്ളാഹ്ക്ക് കഴിയും. ആ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇമാമ് നിൽക്കാൻ ജിബ്രീൽ പറയുകയും ആ പൂർവ്വ അമ്പിയാക്കൾ മുഴുവൻ ഇമാമ് നിന്നുകൊണ്ട് ഒരു നിസ്കാരം നടത്തുകയും ചെയ്തു എന്നാണ്. അതാണ് ഇസ്രാ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സയിൽ അവിടെ പോയവർക്കറിയാം, അവിടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതാണ് ബൈത്തുൽ മുഖദ്ദസ്. അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുക. ഷിയാക്കളുടെ കലണ്ടറിലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ബുറാഖിന്റെ ചിത്രമുണ്ട്, ചിറകൊക്കെ ഉള്ളൊരു കുതിര ബുറാഖ്. അതും ബുറാഖല്ല, ഒക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. അതിലൊന്നും പെടാൻ നിൽക്കണ്ട, ആവശ്യമുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറന്റെ അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് എന്നാണ്. ആളുകൾ അവിടെ 2 റക്അത്ത് നിസ്കരിക്കണമൊക്കെ കാണാം. അവിടെ ഖുബ്ബത്തു സഖ്റ, പാറന്റെ മുകളിലുള്ള കുബ്ബ, അതാണ് ആ മഞ്ഞ ഡോംബ് നമ്മൾ കാണുന്നത്. ഫലസ്തീനില് 3 കുബ്ബുണ്ട്. ഒന്ന് കറുത്തതുണ്ട്, ഒന്ന് വെളുത്തതുണ്ട്, ഒന്ന് മഞ്ഞുണ്ട്. കറുത്തത് ജൂതന്മാരെയാണ്, മറ്റേത് ക്രിസ്ത്യാനികളുടെയാണ്, മറ്റേത് മുസ്ലിങ്ങളുടെയാണ്. 3 ജെറൂസലേം എന്ന് പറഞ്ഞ സ്ഥലത്താണ് 3 കുബ്ബയുള്ളത്. ആ കുബ്ബന്റെ അവിടെയാണ് ഇപ്പൊ ഇന്ന് മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കുന്ന ആളുകളെ ആ ഖുബ്ബത്തു സഖ്റന്റെ പള്ളിയുടെ ഉള്ളിലാണ് സ്ത്രീകളെ കൊണ്ടുപോയി ആക്കുക. കാരണം അപകടങ്ങൾ എപ്പോഴും ഉണ്ടാവാം, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതിന് സ്ത്രീകളും കുട്ടികളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ന് മസ്ജിദുൽ അഖ്സയിലല്ല സ്ത്രീകളുള്ളത്, ഇപ്പുറത്തെ ഖുബ്ബത്തു സഖ്റന്റെ ഭാഗത്തായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ആ പാറയുടെ കൃത്യമായി പറഞ്ഞാൽ അവിടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്നത് എന്നാണ്. ജിബ്രീൽ കൂട്ടിക്കൊണ്ടുപോയി. വാനലോകം എന്ന് പറഞ്ഞാൽ സമാ എന്നാണ് അറബിയിൽ പറയാം. അത് ഒന്നാമത് നമ്മൾ കാണുന്ന സമാ ദുനിയാണ്, ആദ്യത്തെ ഉപരിതലമാണ്, അല്ലാതെ ഇതിനൊരു കട്ടിയൊന്നുമില്ല. ഹദീസിൽ വന്നിട്ടുള്ളത് 500 വർഷത്തെ യാത്രാ ദൂരമുണ്ട് എന്നാണ്. ഓരോ ആകാശത്തിന്റെയും ഇടക്ക് 500 വർഷത്തെ യാത്രാ ദൂരമുള്ള അത്രയും ദൂരമുണ്ട് എന്നാണ്. അപ്പൊ വളരെ അകത്ത് നിൽക്കുന്ന ചിലപ്പോ സ്ഫിയറുകളായേക്കാം, ആകാശങ്ങളായേക്കാം. ഖുർആൻ പറഞ്ഞതും നമുക്കറിയാവുന്നതും കുറച്ചെങ്കിലും 2% വരെ ഈ വാനലോകത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തില് പഠനം നടത്തിയിട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന കാര്യമാണ്. ആകെ കൂടി നമ്മുടെ ഗാലക്സി, വാനലോകം, നക്ഷത്രങ്ങള്, പ്രകാശവർഷം, ഇങ്ങനെയുള്ള എല്ലാ സയൻസും കൂടി വെച്ച് പഠിച്ചാൽ തന്നെ ഇന്ന് ശാസ്ത്രലോകം എത്തി നിൽക്കുന്നത് വെറും 2% മാത്രമേ പഠനം എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ചിലർ പറയുന്നുണ്ട് അത് 4% എത്താൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനത്തോടത്താണ് ഇനി ബാക്കി കാര്യങ്ങൾ. നമുക്കറിയാവുന്ന നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സിയെ കുറിച്ചുള്ള പഠനം പോലും പരിപൂർണമായിട്ടില്ല. അപ്പൊ അള്ളാഹ് പറയാണ് ഇത്രയും വർഷങ്ങളോടത്ത് നബിയെ കൊണ്ടുപോയി, മേലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ഖുർആൻ പറയുന്നത് വലഖദ് സയ്യന്ന സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശയാതീൻ. സമാഉദ്ദുയെ മാത്രമാണ് നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് എന്നാണ്. ബാക്കിയുള്ളതൊന്നും ആ അലങ്കാരമല്ല. എന്തായിരുന്നാലും 7 ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഹദീസിൽ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 1ാമത്തെ ആകാശത്തിലെത്തി. അവിടെ സമ്മതം ചോദിച്ചു, കയറിപ്പോയി. ഒരുപാട് മര്യാദകളൊക്കെ നമുക്ക് പഠിക്കാണ്ട്, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കും. അവിടെ ആദം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു എന്നാണ്. 1ാമത്തെ ആകാശത്തിൽ പോയപ്പോ ആരാണ്? ജിബ്രീലാണ്. കൂടെ ആരാണ്? മുഹമ്മദ് നബിയാണ്. അദ്ദേഹത്തിന് വഹി കിട്ടിയിട്ടുണ്ടോ? വഹി കിട്ടിയിട്ടുണ്ട്. തഫല്ലലു, കയറി വരി എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട്. എന്റെ മകനെ എന്ന് പറഞ്ഞ് ആദം നബി മുഹമ്മദ് നബിയെ സ്വീകരിച്ചു. പിന്നെ അവിടുന്ന് പോയി 2ാമത്തെ വാനലോകത്തേക്ക് പോയി. 2ാമത്തെ ലോകത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഇതേപോലെ ആവർത്തിച്ചു, സമ്മതം ചോദിച്ചു, കയറി. അവിടെ ഈസാ നബി ഉണ്ട്, യഹ്യാ നബി ഉണ്ട്. അവർ കസിൻസാണ്, ഇളയമ്മാന്റെ മുത്തമ്മാന്റെ മക്കളാണ്. അത് കഴിഞ്ഞ് 3ാമത്തെ വാനലോകത്തേക്ക് പോയി. അവിടെ യൂസുഫ് നബി ഉണ്ട്. യൂസുഫ് നബി ഇതേപോലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ സ്വീകരിച്ചു. 4ാമത്തെ വാനലോകത്തേക്ക് പോയി. 4ാമത്തെ അവിടെ ചെന്നപ്പോ അവിടെ ഇദ്രീസ് നബി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി. 5ാമത്തെ
വാനലോകത്ത് ചെന്നു, സമ്മതം ചോദിച്ചു. ഇവിടെയൊക്കെ മര്യാദകൾ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെല്ലുന്നുണ്ട്, സമ്മതം ചോദിക്കുന്നുണ്ട്, സമ്മതം കൊടുക്കുന്നുണ്ട്, അവര് ആശീർവദിക്കുന്നുണ്ട്. അവസാനം ഇദ്രീസ് നബി, അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തത് അവിടെ ഹാറൂൻ നബി അലൈഹി സ്വലാം 5ാമത്തെ കവാടത്തിലുണ്ടായിരുന്നു, 5ാമത്തെ വാനലോകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പോയി 6ാമത്തെ വാനലോകത്തിലെത്തിയപ്പോ, ആകാശത്തെത്തിയപ്പോ അവിടെ മൂസാ നബി അലൈഹി സ്വലാം ഉണ്ട്. അതും കഴിഞ്ഞ് 7ാമത്തെ ലോകത്തെത്തുക, 7ാം ആകാശത്തിന്റെ അവിടെ എത്തുക, അതാണ് മിഅ്റാജ്. കയറിപ്പോയി 7ാമത്തെ ആകാശത്തിന്റെ അവിടെ എത്തിയപ്പോ അവിടെ കാണുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ്. ആദം നബി എന്റെ മകനെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇബ്രാഹിം നബി മർഹബം ബിബിനി, എന്റെ മകനെ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്തു എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 7ാമത്തെ ആകാശത്തിന്റെ മുകളിലുള്ള ഒരു പള്ളിയുടെ പേരാണ് ബൈത്തുൽ മഅ്മൂർ എന്നാണ് പറയുന്നത്. ബൈത്തുൽ മഅ്മൂർ, അതിന്റെ താഴെ ബൈത്തുൽ ഇസ്സ, അതിന്റെയൊക്കെ താഴെ ബൈത്തുല്ലാ അൽ കഅബ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കഅബക്ക് സമാനമായത് വാനലോകത്തും ഉണ്ട് എന്നാണ്. ഭൂമിയില് നമുക്കറിയാം, നമുക്ക് എപ്പോ ഉദ്ദേശിച്ചാലും വേണമെങ്കിൽ ഹജ്ജ് ഉംറയ്ക്ക് നിയമപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജ് ഉംറയ്ക്ക് നിർവഹിക്കാം. എന്നാൽ അതിന്റെയൊക്കെ നേരെ മേലുള്ള ഇതേപോലെ എല്ലാ വാനലോകത്തും ഉണ്ടെന്നാണ്. ഓരോ വാനലോകത്തും ഓരോ കഅബയുണ്ട് എന്നാണ്. മലക്കുകൾ അവിടെ തവാഫ് ചെയ്യുന്നുണ്ട്, മലക്കുകൾ അതിലേക്ക് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. അതിന്റെ പേര് ബൈത്തുൽ ഇസ്സ എന്നറിയപ്പെടും. അതിന്റെയൊക്കെ മുകളില് 7 ആകാശത്തിന്റെ മുകളിലുള്ള വാനലോകത്തുള്ള ആ കഅബയാണ് ബൈത്തുൽ മഅ്മൂർ എന്നാണ് പറയുന്നത്. വത്തൂരി വകിതാബിൻ മസ്തൂർ ഫി റഖിൻ മൻശൂർ വൽ ബൈത്തുൽ മഅ്മൂർ. ഖുർആൻ പറഞ്ഞു വൽ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂറിനെ തന്നെയാണ് സത്യം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുനിയാവിൽ കഅബ ഉണ്ടാക്കി എന്നതുകൊണ്ട് തന്നെ പരലോകത്ത് അല്ലെങ്കിൽ 7ാം ആകാശത്തിന്റെ മുകളിൽ ഇബ്രാഹിം നബി ബൈത്തുൽ മഅ്മൂറിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നതാണ് കണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ബൈത്തുൽ മഅ്മൂറിലേക്ക് 70,000 മലക്കുകൾ ഓരോ ദിവസവും പ്രവേശിക്കുന്നു, പുറത്തു വരുന്നു. പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ആ മലക്കിന് അവിടേക്ക് പ്രവേശനമില്ല എന്നാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഒരു ദിവസം 70,000 മലക്കുകൾ അവരുടേതായ ഹജ്ജ് നിർവഹിക്കാൻ ബൈത്തുൽ മഅ്മൂറിൽ പ്രവേശിക്കുന്നു, അവര് പുറത്തേക്ക് വരുന്നു. പിന്നെ ഒരിക്കലും ആ മലക്കിന് അവിടേക്ക് പ്രവേശനമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വമാ യഅലമു ജുനൂദു റബ്ബിക ഇല്ലാ ഹുവ, മലക്കുകളുടെ എണ്ണം അല്ലാഹുക്കല്ലാതെ അറിയില്ല എന്നാണ്. അത്രയധികം മലക്കുകളുണ്ട് എന്നാണ് വാനലോകത്ത്. അപ്പൊ 70,000 ഒരു ദിവസം. പിന്നെ ഒരിക്കലും അവിടേക്ക് പെർമിഷൻ ഇല്ല ആ മലക്കിന് അവിടെ ബൈത്തുൽ മഅ്മൂറിൽ എന്തെങ്കിലും ഇബാദത്തുകൾ നിർവഹിക്കാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ഒരു ഹജ്ജ് ചെയ്താൽ 5 കൊല്ലം കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ഹജ്ജിന് പോകാം. എന്നാൽ അങ്ങനെയല്ല വാനലോകത്ത് നടക്കുന്നതെന്നാണ്. അങ്ങനെ അവിടെ പോയി, അവിടുന്ന് ശേഷം പിന്നെ അവിടുന്ന് കൊണ്ടുപോയത് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ അടുത്തേക്കാണ്. സിദ്റ എന്ന് പറഞ്ഞാൽ എലന്ത മരം എന്നാണ് അർത്ഥം. എലന്ത മരം അറബി നാട്ടിലൊക്കെ ഉണ്ടാവും, ഇവിടെയും കിട്ടും. എലന്തക്കായ എന്നൊരു സാധനം, പച്ച മധുരവും കയ്പും പുളിയൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. അതിന്റെ ഒരു ചെറിയ മോഡല് അറബി നാട്ടിലൊക്കെ ഉണ്ടാവും. സിദ്റ എന്ന് അതിന് പറയാം. നബക്ക് എന്നും അറബികൾ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു മരം സ്വർഗത്തിൽ ഏറ്റവും വലിയ ഒരു മരമാണ്. അതിന്റെ കായനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന്റെ കായ എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിന്റെ അൽഹസയിലെ, ചിലർ ഒമാനിലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹസയിലെ ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രക്കാര് ഈത്തപ്പഴമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വലിയ തോൽപാത്രങ്ങൾ, ചിലര് വെള്ളം തറച്ചു വെക്കാൻ വേണ്ടി വലിയ തോൽപാത്രങ്ങൾ ഉണ്ടാവും അവരെടുത്ത്. ആ തോൽപാത്രം പോലെയുള്ള ഖിലാലി ഹജർ എന്ന ഖുർആൻ വന്നു. ഹജർ ഗോത്രക്കാരുടെ തോൽപാത്രങ്ങൾ പോലെയുള്ള വലിയ കായകളാണ് അതിന്റെ മുകളിലുള്ളത് എന്നാണ്. മാത്രല്ല നബി തങ്ങൾ പറഞ്ഞത് അതിന്റെ അലിയാഫ്, അതിന്റെ ഇലകളെ കുറിച്ച് പറയുന്നത് ഔറാഖുഹ, അതിന്റെ ഇലകള് ആനകളുടെ ചെവി പോലെയാണ് അതിന്റെ ഇല. നോക്കൂ, നബി ആന പോലും കണ്ടിട്ടില്ല, നബി ആനയെ കണ്ടിട്ടില്ല. എന്നിട്ട് പോലും പറഞ്ഞത് ആനയുടെ ചെവി പോലെയുള്ള ഇലകളും വലിയ കായകളും ഉള്ളൊരു മരമാണ് സിദ്റത്തുൽ മുൻതഹ. അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മാത്രല്ല ആ സിദ്റത്തുൽ മുൻതഹ ആകെ അലങ്കരിച്ചിട്ടുണ്ട് എന്നാണ്. നമുക്ക് ചില മൗലവിമാരൊക്കെ പറയണപ്പോ എന്താ വെച്ചാല് റബീഉൽ അവ്വലൊക്കെ വരുമ്പോ, മിഅ്റാജൊക്കെ വരുമ്പോ പള്ളി അലങ്കരിക്കാനും മൂച്ചിമ്മൊക്കെ ലയിച്ചിടാനൊക്കെ ഉള്ള തെളിവ് ഈ സിദ്റത്തുൽ മുൻതഹ അന്ന് നല്ല അലങ്കരിച്ചിരുന്നു എന്നാണ്. അതൊന്നും ഇതിന് തെളിവല്ല കേട്ടോ. അപ്പോ ക്രിസ്ത്യാനികള് ഓരൊക്കെ അലങ്കരിക്കുന്നുണ്ട്. അത് അതിനോട് ചാണിന് ചാണായി പിമ്പച്ചലാണ്. അപ്പൊ എന്തായിരുന്നാലും ഖുർആൻ പറയുന്നുണ്ട് വലഖദ് അഫതുമാറൂനഹു അലാ മാ യറ,
അവിടെ വെച്ച് ജിബ്രീലിനെ കണ്ടു എന്നാ പറയുന്നത്. നേർക്ക് നേരെ ജിബ്രീലിനെ കണ്ടു അവിടെ വെച്ചിട്ട്, ആനലോകത്ത് വെച്ച്. ജിബ്രീലിനെ രണ്ട് പ്രാവശ്യം നബി തങ്ങൾ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് യഥാർത്ഥ രൂപത്തിൽ. പലപ്പോഴും ജിബ്രീൽ വരെ മനുഷ്യരൂപത്തിലാണ്. മനുഷ്യനിൽ തന്നെ ദഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൽബ് ഗോത്രക്കാരനായ ദഹിയ അതിസുന്ദരനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കോലത്തിലാണ് എപ്പോഴും ഞാൻ ജിബ്രീലിനെ കാണലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യന്റെ മുഖഭാവത്തോടു കൂടെ ആയിരിക്കും ജിബ്രീലിനെ കാണലെന്ന്. അതുപോലെ ഒരു മറക്ക് പിന്നിൽ നിന്ന് ജിബ്രീൽ സംസാരിച്ചിട്ടുണ്ട്, നബിയോട് വഹി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നേർക്ക് നേരെയുള്ള ജിബ്രീലിന്റെ രൂപം ഒരിക്കൽ കണ്ടത് നമ്മുടെ വഹിയേറ്റ് വന്നപ്പോ, ഫസ്റ്റ് ടൈമിൽ വഹിയേറ്റ് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത് പിന്നെ കണ്ടത് വാനലോകത്ത് വെച്ചിട്ടാണ്. അതാണ് ഖുർആൻ പറ ഫതുമാറൂനഹു അലാ മാ യറാ. ഈ ജിബ്രീലിനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്നതിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? വലഖദ് റആഹു നസ്ലത്തൻ നുഖറ, സൂറത്തുൻ നജ്ം, സൂറ 53-ാമത്തെ അധ്യായം സൂറത്തുൻ നജ്മിൽ കൃത്യമായി പറയുന്നുണ്ട്. അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്ലത്തൻ നുഖറ. ഒരു പ്രാവശ്യം കൂടി ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത്. സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ, അതിന്റെ അടുത്താണ് ജന്നാത്തുൽ മഅവയുള്ളത്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ഈ സിദ്റ വൃക്ഷത്തെ ആവരണം ചെയ്തതൊക്കെ ആവരണം ചെയ്തപ്പോൾ അതിന്റെ ലൈറ്റുകൾ, അതിന്റെ വർണ്ണങ്ങള്, അത് മാറി മാറി വരുന്നത് അവർണ്ണനീയമാണ്. അവർ വർണ്ണിക്കാൻ കഴിയില്ല, അത്ര അധികമാണ്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസ്റു വമാ തുഗാ, കണ്ണിന് പിഴവ് പറ്റിയതല്ല, കണ്ടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി കണ്ടതാണ്. വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ, റബ്ബിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അവിടെ വെച്ച് കണ്ടത് എന്നാണ്. അപ്പൊ മിഅ്റാജിനെ പറ്റിയുള്ള പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ അതാണ്, അവിടെ വെച്ച് നടന്നു. അപ്പൊ സിദ്റത്തുൽ മുൻതഹന്റെ അടുത്ത് അതിന്റെ ചോട്ടിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നതായിട്ട് കണ്ടു എന്ന ഹദീസിലുണ്ട്. കാര്യമായിട്ടുള്ളതൊക്കെ അള്ളാഹു വഴന്നേ പറയാൻ പറ്റുള്ളൂ. ഹദീസിൽ വന്നത് സഹിയായി വന്നതാണ്. 4 നദികളുണ്ട്. 4 നദികളുണ്ട്. 2 നദി അത് ബാത്തിനാണ്, രഹസ്യമാണ്. ലാഹിറാണ് 2 നദികൾ, അത് പരസ്യമാണ്. ബാത്തിനായ 2 നദികൾ ഏതൊക്കെയാണ്? അത് സ്വർഗത്തിലെ സൽസബീലും ഹൗദുൽ കൗസറുമാണ്. സൽസബീൽ, സൽസബീൽ യസ്ഖൂന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൽസബീല ഐനൻ ഫീഹാ തുസമ്മാ സൽസബീല. ഖുർആനിൽ പറയുന്നു സൽസബീൽ എന്ന് പറയുന്ന ഒരു അരുവി സ്വർഗത്തിലുണ്ട്, അതാണ് കാണിച്ചു കൊടുത്തത് എന്നാണ്. മറ്റൊന്ന് ഹൗദുൽ കൗസറാണ്, കൗസർ എന്ന് പറയുന്ന ഹൗദുൽ കൗസറാണ് കാണിച്ചു കൊടുത്തത് എന്നാണ്. എന്നാൽ ദുനിയാവിൽ 2 നദികളും കാണിച്ചു കൊടുത്തു. അതിനെപ്പറ്റി പറയുന്നത് അന്നീലു വൽ ഫുറാത്ത്, അത് ഒന്ന് നൈൽ നദിയാണ്, മറ്റൊന്ന് ഫുറാത്ത് എന്ന് പറയുന്ന യൂഫ്രട്ടീസ് നദിയാണ്. നാഗരികതയുടെ, നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിന്റെ നാഗരികതയുടെ 2 ഉറവിടങ്ങളാണ് യൂഫ്രട്ടീസ് നദിയും അതുപോലെ തന്നെ ടൈഗ്രീസും പിന്നെ നൈൽ നദിയും. അതിൽ യൂഫ്രട്ടീസും നൈൽ നദിയും കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ അവിടുന്ന് പോയി ജിബ്രീൽ മാറി നിന്നു എന്നാണ്. ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത ഒരു സ്ഥലത്ത് അള്ളാഹു പ്രവാചകനെ കൊണ്ടുപോയി. ആ പ്രവാചകനെ കൊണ്ടുപോയത് ബൈത്തുൽ മഅമൂറിൽ അർശിന്റെ ഭാഗത്തേക്കാണ്. അവിടുന്നാണ് നിസ്കാരം ഫർലാക്കുന്നത് എന്നാണ്. 50 വഖത്ത് നിസ്കാരം ഫർലാക്കി കൊടുത്തു എന്നാണ്. 50 വഖത്ത് നിസ്കാരം 24 മണിക്കൂർ മതിയാവില്ല, കണക്കൂട്ടിയ 27 മണിക്കൂർ വരും. ആലോചിച്ചോക്കി. അങ്ങനെ മൂസാ നബിന്റെ അടുത്തേക്ക് വരികയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട്. മൂസാ നബി കരഞ്ഞിട്ടുണ്ട്. മൂസാ നബിയുടെ അടുത്തേക്ക് എത്തിയപ്പോ കരഞ്ഞിട്ടുണ്ട്. എന്തിനാ കരയണത്? മൂസാ നബി പറഞ്ഞു, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഇവിടെ വരാനുണ്ട്, ഒരു ഗുലാം വരാനുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികള് എന്റെ അനുയായികളെക്കാൾ കൂടുതലായിരിക്കും. അത് പറഞ്ഞിട്ടാ കരഞ്ഞത്. അസൂയോണ്ടല്ല. ഇത്ര കാലം ദഅവത്ത് നടത്തിയിട്ട് ബനൂ ഇസ്രായേലിന് കുറച്ച് ആളുകളാ സ്വർഗത്തിലേക്കുള്ളത്. എന്നാ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് ഒരുപാട് ആളുകൾ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. ഒരുപാട് ആളുകൾ ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ, നിങ്ങളുടെ ഉമ്മത്തിൽ സ്വർഗത്തിലുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ കരഞ്ഞതാണ് മൂസാ നബി പറഞ്ഞിട്ട്. അങ്ങനെ മൂസാ നബി പറഞ്ഞൊരു മൂസാ നബി ചോദിച്ചു, എന്തേ കിട്ടിയത്? പാരിതോഷികം എന്താ കിട്ടിയത്? കാരണം ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത ജിബ്രീൽ മാറി നിന്നു. ജിബ്രീൽ മാറി നിന്നു. അങ്ങനെ മുഹമ്മദ് നബി മാത്രം അള്ളാഹുവിന്റെ അടുത്ത് എത്തുകയാണ്, അള്ളാഹിനോട് സംസാരിക്കാൻ. അള്ളാഹിനെ കണ്ടിട്ടില്ല കേട്ടോ, അള്ളാഹിനെ കണ്ടിട്ടില്ല. ദുനിയാവിൽ വെച്ച് ഒരാളും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അതാണ് സലഫി ആദർശപ്രകാരമുള്ള വിശ്വാസം.
അള്ളാഹിനോട് സംസാരിച്ചിട്ടുണ്ട്. മൂസാ നബി ആരാണ്? ദുനിയാവെന്ന് അള്ളാഹിനോട് സംസാരിച്ച ആളാ, കലീമുള്ള. അവിടെ വെച്ച് സംസാരിച്ച ആള് മുഹമ്മദ് നബിയാണ്. അപ്പൊ മുഹമ്മദ് നബി അള്ളാഹിനോട് സംസാരിച്ചപ്പോൾ കിട്ടിയതാണ് 50 വക്ത് നിസ്കാരം, ഒരു പാരിതോഷികം എന്ന നിലയ്ക്ക്. മൂസാ നബി പറഞ്ഞു, എനിക്ക് ഈ ഉമ്മത്തിനെ നല്ലറിയാം, ഈ ഉമ്മത്തിന് 50 നേരത്തെ നിസ്കാരം കഴിയില്ല, ഞാനത് പരിചയിച്ചതാണ്. അന്ന് നിസ്കാരം ഫർളില്ലട്ടോ, നിസ്കാരമുണ്ട്. അന്നത്തെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് ഈ 2 റക്അത്താണ്. അപ്പൊ മസ്ജിദുൽ അഖ്സയിൽ പ്രവാചകന്മാരായിട്ട് നിസ്കരിച്ചില്ലേ, അതൊക്കെ 2-2ആണ്. അതുകൊണ്ട് യാത്രയിലെ നിസ്കാരങ്ങളൊക്കെ 2ആണ്. ളുഹുർ അസ്റും ജമ്മും കസ്റാക്കി നിസ്കരിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ 2 റക്അത്താണ്. അപ്പൊ ഈ 2 റക്അത്ത് നിസ്കാരം അതാ നിസ്കരിച്ചത്. അതൊക്കെ പരിചയം ഉണ്ടായിരിക്കും. മൂസാ നബിക്ക് പരിചയമുണ്ട്. മൂസാ നബിന്റെ കാലത്ത് നിസ്കാരമുണ്ട്, എല്ലാ കാലത്തും നിസ്കാരമുണ്ട്. മൂസാ നബി പറഞ്ഞു, നിന്റെ ഉമ്മത്തിന് കഴിയില്ല, തിരിച്ചു പോണം. പോയി അള്ളാഹിനോട് പറഞ്ഞു. അതൊക്കെ നടക്കുകയാണ്, അതൊക്കെ കുറഞ്ഞ സമയം കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞപ്പോ അള്ളാഹ് 10 റക്അത്ത് ചുരുക്കി കൊടുത്തു. വീണ്ടും തിരിച്ചു വന്നു. മൂസാ നബി പറഞ്ഞു, കഴിയില്ല, വീണ്ടും പോണം. അങ്ങനെ മടങ്ങി വന്ന് അവസാനം 5 റക്അത്താക്കി ചുരുക്കി. 5 റക്അത്ത്. അപ്പൊ മൂസാ നബി പറഞ്ഞു, പറ്റൂല, ഇനിയും പോണം, ഇനിയും പോണം, ഇനിയും പറയണം. മുഹമ്മദ് നബി പറഞ്ഞു, എനിക്ക് നാണമാണ്, അത്രയും പോയിക്കണം. ഇങ്ങനെ തന്നെ എന്നെ ചോദിച്ചു പോകുമ്പോ ഒരു നാണം ഉണ്ടാവൂലേ, അതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇനി ലജ്ജയാണ്, ഞാൻ ഒന്നും ചുരുക്കി തരാൻ ചോദിക്കണില്ല, ഇത് മതി എന്ന് പറഞ്ഞു. അവസാനം അതിൽ അംഗീകരിച്ചു. പക്ഷേ പ്രതിഫലം 50 വക്തിന്റെ പ്രതിഫലമാണ്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം 5 വക്തേ ഉള്ളൂ എങ്കിലും, 5 ടൈമിലേ ഉള്ളൂ എങ്കിലും അതിന് 50 വഖത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. അങ്ങനെ ആ രാത്രി തന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് ഇറങ്ങി വന്ന് മസ്ജിദുൽ അഖ്സയിൽ വന്ന് ബുറാഖിന്റെ മുകളിൽ കയറി. ആ ബുറാഖ് അതിൽ കയറി വീണ്ടും മക്കത്ത് സുബഹിയുടെ മുമ്പ് തന്നെ മക്കയിലെത്തിയത്, കഅബത്തിൽ അവിടെ എത്തിയത്. ഇതാണ് ഇസ്രാ മിഅ്റാജ്. മാത്രല്ല അവിടെ ബൈത്തുൽ മഅമൂറിന്റെ അവിടെ എത്തിയപ്പോ നബിക്ക് 3 സാധനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് കള്ള്, ഒന്ന് തേന്, മറ്റൊന്ന് പാല്. കള്ള് അത് ഫാസിഖീങ്ങളുടെ, തോന്നിയാസികളുടെ ഭക്ഷണമാണ്. തേന് അത് പ്രൗഢിയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ഭക്ഷണമാണ്. പാലിനെ പറ്റി പറയുന്നത് ഫിത്രയാണ്, സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ് ഫിത്ര. നബിയോട് തെരഞ്ഞെടുക്കാൻ, അന്ന് കള്ള ഹറാമൊന്നല്ല, നബിയോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പാലെടുത്ത് കുടിച്ചു എന്നാണ്. അപ്പൊ പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര, മനുഷ്യന് യോജിക്കുന്ന ഏറ്റവും നല്ല സാധാരണക്കാരന്റെ ഒരു നോർമലായിട്ടുള്ള മീഡിയമായിട്ടുള്ള സംഗതിയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഏതായിരുന്നാലും ഇവിടെ നടന്ന സംഭവം. വീണ്ടും കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ്. നേരം വെളുത്തപ്പോ ആദ്യമായിട്ട് വരുന്നത് പിന്നെ അബൂജഹല. അബൂജഹലിനോട് നബി ഇങ്ങനെ ആലോചിക്കാണ്. അബൂജഹലിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അബൂജഹലിന് ഒക്കെ ചോദിച്ചറിഞ്ഞു എന്തൊക്കെ ഉണ്ടായി. അങ്ങനെ അബൂജഹലിന് വലിയ സന്തോഷമായി. കാരണം ഇപ്പൊ ഈ ബടായി ഇനിയിപ്പോ ആരും പറഞ്ഞ വിശ്വസിക്കണ്ടാവൂല എന്ന് വിചാരിച്ചു. ഇതുവരെ കുറേ കാര്യം പറഞ്ഞാൽ ആരും കിട്ടിയിട്ടില്ല. അബൂജഹൽ എല്ലാരും വിളിച്ചുകൂട്ടി, എല്ലാരും പരിഹസിച്ചു. എല്ലാരും പരിഹസിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അബൂബക്കർ എന്ന് സിദ്ദീഖ് അല്ല, അതീഖ് എന്നാണ് അബൂബക്കർ അള്ളാന്റെ ആദ്യത്തെ പേരിട്ടോ, അതീഖ്. പിന്നെയാണ് സിദ്ദീഖ്. അബൂബക്കർ അതീഖ് വരുന്നുണ്ട്. അബൂബക്കർ വന്നപ്പോ പറഞ്ഞു, ഓര് പറഞ്ഞു, ഇതിലേതായാലും അബൂബക്കർ കുടുങ്ങണ്ടാവില്ല, ഈ ജാതി ബടായി ഒന്നും എന്തായാലും അബൂബക്കർ വിശ്വസിക്കണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിനോട് പറഞ്ഞു, കണ്ടോ ഇപ്പൊ പറയണത് 7 ആകാശത്തും പോയി വന്നു എന്നാ. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ കുറെ ആളുകൾ, ഇതൊന്നും വിശ്വസിക്കാത്ത, സഹിയായ ഹദീസുകളിൽ വന്നതുപോലും നിഷേധിക്കുന്ന. നമ്മുടെ ബുദ്ധിയാണ് ഏറ്റവും വലുതെന്നുള്ള അതല്ല, ഗൈബിയായ വിഷയങ്ങളിലേ വിശ്വസിക്കേണ്ടത്. എല്ലാം കണ്ടിട്ടേ വിശ്വസിക്കുള്ളൂ, വിശ്വാസാവൂല. സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, നരകം നമ്മൾ കണ്ടിട്ടില്ല, മലക്കിനെ നമ്മൾ കണ്ടിട്ടില്ല, ജിബ്രീലിനെ നമ്മൾ കണ്ടിട്ടില്ല. നിസ്കരിക്കുന്നുണ്ട്, എന്തിനു വേണ്ടി നിസ്കരിക്കുന്നു? സ്വർഗം കിട്ടാൻ. കാരണം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വിശ്വസിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാ. എന്നിട്ട് നിസ്കരിക്കണം. നമ്മുടെ നാട്ടിലോ നിസ്കരിക്കുന്ന ആളുകൾ തന്നെ പുരോഗമന ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഇത്തരം ഹദീസുകൾ തന്റെ ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു വിഭാഗത്തെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അവരാണ് യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവർ. കാരണം അവരുടെ ശുഷ്കിച്ച ബുദ്ധി കൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒറ്റ കാര്യം അറിയേണ്ടതുള്ളൂ, നബി അങ്ങനെ പറഞ്ഞോ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എങ്കിൽ ഞാൻ വിശ്വസിച്ചു. കാരണം അതിലേറെ വലിയ കാര്യമാണ് വഹയിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ. അത് വിശ്വസിച്ച് മുസ്ലിമായി നടക്കണം ഞാനാണ്.
പിന്നെന്താ മുഹമ്മദ് ഇത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കാതിരിക്കണം? അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അസ്സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന പേരിൽ അന്ന് മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയപ്പെടാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. ആലോചിച്ച്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ആയത് ഇസ്രാ മിഅ്റാജ്, പ്രത്യേകിച്ച് മിഅ്റാജിന്റെ സംഭവമാണ്. ശരി, എങ്കിൽ മുഹമ്മദിനെ ചോദ്യം ചെയ്യണം. കാരണം അന്ന് മസ്ജിദുൽ അഖ്സ പരിചയമുള്ള പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവർ കച്ചവടത്തിന് ഷാമിലേക്കും യമനിലേക്കൊക്കെ ഒരു കച്ചവടത്തിന് പോയിരുന്നു. പരിചയമുള്ളവരുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിചയമുള്ള ആളുകളെ കൊണ്ടത് മുഹമ്മദ് നബിയോട് ചോദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു. അവസാനം ചോദിച്ചു, ഷാമിലേക്ക് ഇന്ന പ്രദേശത്ത് നിന്ന് ഒരു വിഭാഗം കച്ചവടക്കാർ പോയിട്ടുണ്ടല്ലോ, അവരെവിടെ എത്തി? നബി കൃത്യമായി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഏതാണ്ട് ഇന്ന ദിവസം അവർ തിരിച്ചെത്തും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്. ആലോചിങ്ങളെ, അത്ര പേര് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജിന്റെ സംഭവം അത് വിശ്വസിക്കേണ്ട ഒരു സംഭവമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ജസദ് കൊണ്ട് റൂഹ്, വലിയ ചർച്ചകളാണ്. ജസദ് കൊണ്ട് റൂഹ് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. തടി ഉണ്ടായിരുന്നു, തടി കൊണ്ട് തന്നെയാണോ? തടി കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഖുർആൻ മനസ്സിലാക്കണത്. കാരണം അസ്റാ ബി അബ്ദിഹി എന്നാണ്, ബി റൂഹിഹി എന്നല്ല, ബി അബ്ദിഹി, അടിമനെ തന്നെ കൊണ്ടുപോയി. അതുപോലെ ബുറാഖ് എന്ന വാഹനമാണെങ്കിൽ ആത്മാവ് കൊണ്ടുപോകാൻ വാഹനത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സുബ്ഹാന എന്ന് പറയല്, സാധാരണ സ്വപ്നം കണ്ടതിനൊന്നും ആരും സുബ്ഹാനല്ലാഹ് എന്നാല് സുബ്ഹാന എന്ന് പറയില്ല. എന്തൊക്കെ സ്വപ്നം കാണും. സ്വപ്നം കണ്ടത് ജാഹിലിയത്ത് നിഷേധിക്കൂല. അബൂജഹലും പാർട്ടി ഇത് നിഷേധിക്കാൻ കാരണം അത് ഒറിജിനൽ ആയതുകൊണ്ടാണ്. സ്വപ്നം നമ്മളൊക്കെ എന്തൊക്കെ സ്വപ്നം കാണുന്നുണ്ട്, എവിടെയൊക്കെ പോകേണ്ട സ്വപ്നത്തില് ആരോടെങ്കിലും പറഞ്ഞാൽ സ്വപ്നം കണ്ടു പറഞ്ഞാൽ ആരെന്തേലും പറയോ? ശരിക്കു പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബേജാറാവുള്ളൂ. സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഖുർആനിലും ഹദീസിലും ഒക്കെ സ്ഥിരപ്പെട്ടതും സഹാബത്ത് അംഗീകരിച്ചതുമായ ഒരു വിഷയമാകുന്നു ഇസ്രാഉം മിഅ്റാജും. നമ്മളും അത് അംഗീകരിക്കണം എന്നതാണ്. പിന്നെ മുആവിയയും ആയിഷയും മാത്രമാണ് ചെറിയ സംശയം പ്രകടിപ്പിച്ചത്, ഇത് സ്വപ്നമായിരുന്നു. അതിന് കാരണം ആയിഷ ബീവി പറഞ്ഞതായിട്ട്, എന്റെ അടുത്ത് എവിടേക്കും പോയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടെന്ന് മുആവിയും പറഞ്ഞിട്ടുണ്ട്. മുആവിയ കാലഘട്ടത്തിൽ മുസ്ലിം ആയിട്ടില്ല. ആയിഷ ബീവി വളരെ ചെറിയ ഒരു കുട്ടിയായിരുന്നു. ഇത്തരം കാര്യങ്ങളിലേക്കുള്ള പക്വത എത്തിയിട്ടില്ല എന്നാണ് അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജ് എന്ന ഒരു മുഅ്ജിസത്ത് അത് വിശ്വസിക്കലും അതുപോലെ തന്നെ ഹദീസിൽ പറഞ്ഞത് അംഗീകരിക്കലും നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമോ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാനരെ, ഇതുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ സാന്ദർഭികമായി പിന്നെ പറയാം. ഇത് ഞാൻ പറയാൻ കാരണം ഇത് റജബ് മാസമാണ്. യഥാർത്ഥത്തിൽ ഇസ്രാവും മിഅ്റാജും എന്ന് നടന്നു എന്നതിൽ ഒരു തെളിവും നമുക്കില്ല. അതൊരു നിഅമത്താണ്. ഇസ്രാ എന്ന് നടന്നു? റജബിനാണോ? ചിലർ പറഞ്ഞു റജബ് മാസത്തിലാണ്, ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ മാസത്തിലാണ്, ചിലർ പറഞ്ഞു റമളാൻ മാസത്തിലാണ്. ഡേറ്റ് എന്നാ ഡെഫിനറ്റ് ആയിട്ട് 27-നാണോ? അല്ല, റജബ് 27-നാണ് എന്നുള്ളതിന് ഒരു തെളിവില്ല. നമ്മളെ കുറെ ആളുകൾ ആഘോഷിച്ച്, കുറെ ആഘോഷങ്ങൾ ഉണ്ടാക്കി, കുറെ നോമ്പ് നോറ്റു, കുറെ യാസീൻ ഓതി. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതില്ല. ഇതൊരു മുഅ്ജിസത്താണ്, ഒരു സംഭവമാണ് എന്ന് വിശ്വസിക്കുകയല്ലാതെ മറ്റു ബാധ്യതകളൊന്നുമില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ സഹാബികൾ അത് ചെയ്യും. ഒരൊറ്റ സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു റജബ് 27 പ്രത്യേക ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് അന്ന് പ്രത്യേകമായി ആചരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി നോമ്പ് നോൽക്കുകയോ നിസ്കരിക്കുകയോ യാസീൻ ഓതുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ റജബ് നമ്മുടെയൊക്കെ നാട്ടിൽ റജബ് 27 എന്നും പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരിക്കാൻ അത് എവിടുന്ന് കിട്ടിയെന്നറിയില്ല. എന്തായാലും അത് ഒരു നമ്മുടെ വിശ്വാസപ്രകാരം അത് ശരിയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ റജബ് മാസത്തിലല്ല എന്ന് നടന്നിട്ടുള്ളത്. അങ്ങനെ മനസ്സിലാക്കുക. റജബ് മാസത്തിൽ ഒരു തെളിവില്ല, കൃത്യമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് വഖാദിൽ ഹാജാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ.
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم آت انفسنا تقواها وزكها انت خير من زكاها انت وليها ومولاها يا رب العالمين اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان